ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ള ഒരു കാര്യം കൂടെയാണ് ആ വീഡിയോയിൽ പറയാനുള്ള ഐഡിയ കഴിഞ്ഞ വീഡിയോ തന്നെ തന്നിരുന്നു. ഓക്കെ, സോ EM വേവ്സിൻ്റെ അവസാനത്തെ വീഡിയോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഓക്കെ, ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് മെമ്പേഴ്സിനെ കാറ്റഗറൈസ് ചെയ്ത ലിസ്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കണേ? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കണേ. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ് ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, സോ യു ആർ വെൽ എക്വിപ്ഡ് വിത്ത് യുവർ എന്താണ് അതന്നെ ബുക്ക് ആൻഡ് പെൻ അല്ലെ? നമ്മളുടെ ആയുധങ്ങളുമായി നമ്മൾ റെഡിയാണ്. നമ്മൾ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രെയിൻ, അടുത്തത് ബുക്ക്, അടുത്തത് പെൻ. ഈ മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ വി ആർ വെൽ എക്വിപ്ഡ്, നോ ഡൗട്ട്. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഇതുവരെയുള്ള ഏരിയാസ് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. Okay, so it's a very simple topic, a very simple chapter. Electromagnetic spectrum, that is today's topic. Okay, electromagnetic spectratil നമ്മൾ അറേഞ്ച് ചെയ്യണത് in the order of increasing wavelength ആണ്, or in the order of decreasing frequency ആണ്. ഓക്കെ, ഫ്രീക്വൻസിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ സ്പെക്ട്രം അറേഞ്ച് ചെയ്യണത്. ഓക്കെ, സോ റെഡി ആണല്ലോ? ഇതും നമുക്ക് പറയാൻ പറ്റുക ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക ഒരു ടേബിൾ ആയിട്ട് അതിനെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ മെമ്പേഴ്സ്. ഓക്കെ, ഒന്നാമത്തെ വ്യക്തി ഗാമ റേ ആണ്. ഓക്കെ, ഫസ്റ്റ് മെമ്പർ ഗാമ റേ, സെക്കൻഡ് പേഴ്സൺ എക്സ് റേ, തേർഡ് വൺ അൾട്രാവയലറ്റ്, ഫോർത്ത് വൺ വിസിബിൾ, ഫിഫ്ത്ത് വൺ ഇൻഫ്രാറെഡ്, സിക്സ്ത് വൺ മൈക്രോവേവ് and seventh one radio wave. ഇത്രയും അംഗങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഗാമ റേ, സെക്കൻഡ് വൺ എക്സ് റേ, തേർഡ് വൺ അൾട്രാവയലറ്റ്, ഫോർത്ത് വൺ വിസിബിൾ, ഫിഫ്ത്ത് വൺ ഇൻഫ്രാറെഡ്, സിക്സ്ത് വൺ മൈക്രോവേവ്, സെവൻത്ത് വൺ റേഡിയോ വേവ്. ഓക്കെ, ഇത്രയും മെമ്പേഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളത്. ഐഡിയ ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് വേവ് ലെങ്ത്. ഏറ്റവും ചെറിയ വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേക്കാണ്. അയാൾക്കാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി. ഏറ്റവും വലിയ വേവ് ലെങ്ത് റേഡിയോ വേവിനാണ്. അതിനാണ് ഏറ്റവും ചെറിയ ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഇതിന്റെ റിലേഷൻ നമുക്കറിയാലോ. ന്യൂ ലാംഡ ഈക്വൽ ടു സി. സോ ന്യൂ എന്ന് പറഞ്ഞാൽ സി ബൈ ലാംഡ, അല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു സി ബൈ ന്യൂ. സോ ഏതെങ്കിലും ഒന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, സോ ഇൻക്രീസിങ് വേവ് ലെങ്ത്തിന്റെ ഓർഡറിലാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തത്. ഓക്കെ, ഗാമ റേന്റെ ആദ്യം നമ്മൾ എഴുതാൻ പോണത് ഇത് മെമ്പേഴ്സ് ആണ്, ഇവിടെ വേവ് ലെങ്ത് ആണ്. ഓക്കെ, സോ ദ വേവ് ലെങ്ത് ഈസ് ലെസ് ദാൻ 10⁻³ നാനോമീറ്റർ. ഗാമേന്റെ വേവ് ലെങ്ത് വരിക 10⁻³ നാനോമീറ്ററിനേക്കാൾ ചെറുതാണ്. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് 10⁻³ നാനോമീറ്റർ. ഏറ്റവും വലിയ വേവ് ലെങ്ത് ഗാമയില് 10⁻³ നാനോമീറ്റർ ഓർ 10⁻12 മീറ്റർ. ഇതാണ് ഗാമേന്റെ വേവ് ലെങ്ത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേവ് ലെങ്ത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, വേവ് ലെങ്ത് വരുന്നത് 10⁻³ നാനോമീറ്റർ ആണ്.
ഓക്കെ, 10⁻⁻12 മീറ്റർ എന്നും പറയാം. 10⁻³ നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത് വരുന്നതാണ് ഗാമ റേയിൽ വരിക. ഇനി വരുന്നത് അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, വേവ് ലെങ്ത്തിന്റെ ഓർഡർ ആണ് ഇവിടെ വരുന്നത്. ഇനിയുള്ളത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. പിന്നെ വരുന്നത് അതിൻ്റെ യൂസസ്. ഇത്രയാണ് ഈ ടേബിളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ സിമ്പിൾ, ന്യൂക്ലിയർ എക്സൈറ്റേഷൻ. എങ്ങനെയാ ഗാമ റേ ഉണ്ടാവുക? നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ എമിഷനിൽ ആൽഫേന്റെ കൂടെ ഗാമ റേ എമിഷൻ ഉണ്ടാവും, ബീറ്റേന്റെ കൂടെയും ഗാമ റേ എമിഷൻ ഉണ്ടാവും. ഒരു ആറ്റം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഹൈലി അൺസ്റ്റേബിൾ ആവുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കിട്ടാൻ ആൽഫ ബീറ്റ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യും. അതിന് കൂടുതൽ സ്റ്റേബിൾ ആവാൻ ഇതിൻ്റെ കൂടെ ഗാമ റേനെയും കൂടിയും എമിറ്റ് ചെയ്യും. അല്ലേ, എവിടെയോ പഠിച്ചിട്ടുണ്ട് 60 മീറ്റർ സ്റ്റീൽ ഫോയിൽ വേണം ഗാമ റേനെ ബ്ലോക്ക് ചെയ്യാൻ. 60 മീറ്റർ തിക്നെസ് ഉള്ള സ്റ്റീൽ ഫോയിലിനെ പോലും തുളച്ചു കയറാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഗാമ റേക്കുണ്ട്. ഓക്കെ, സോ ഗാമ റേ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂക്ലിയർ എക്സൈറ്റേഷൻ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഗാമ റേ അതിൻ്റെ വേവ് ലെങ്ത് വരുന്നത് ലെസ് ദാൻ 10⁻³ നാനോമീറ്റർ. ഓക്കെ, ന്യൂക്ലിയർ എക്സൈറ്റേഷനിലാണ് ഗാമ റേ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ യൂസസ് എന്താണെന്നാണ്. നമുക്കറിയാം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഗാമ റേ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഏതോ ഒരു ഐസോടോപ്പാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുക, Cobalt-60. അതേപോലെ നമുക്കറിയണ അടുത്തൊരു ഐഡിയ ഉണ്ട്, കാർബൺ-12. ഇതെന്തിനോ യൂസ് ചെയ്യാറുണ്ട്, അതിനൊരു പേരും ഉണ്ടായിരുന്നു, കാർബൺ ഡേറ്റിംഗ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ പറയാ ഏതാണ്? കാർബൺ ഡേറ്റിംഗ്, റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഗാമ റേ യൂസ് ചെയ്യാറുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയോ കാർബൺ ഡേറ്റിംഗ്, പിന്നെ ന്യൂക്ലിയർ റേഡിയേഷൻ ടെക്നിക്കുകൾക്ക് മുഴുവൻ നമ്മൾ യൂസ് ചെയ്യണത് ഗാമ റേ ആണ്. ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ഒന്നാമത്തെ സ്പെക്ട്രത്തിനെ പറ്റി ഏകദേശം ഒരു ധാരണ, അല്ലെങ്കിൽ ഫസ്റ്റ് റേനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഗാമ റേ, ഓക്കെ, അതിന് ചാർജ് ഇല്ല, മാസും ഇല്ല, അതുകൊണ്ടാണ് റേ എന്ന് വിളിക്കുന്നത്. ഹൈ എനർജി റേഡിയേഷൻ, ഹൈ പെനിട്രേറ്റിംഗ് പവറാണ്. അയോണൈസേഷൻ പവർ കുറവാണ്, ഓക്കെ, പക്ഷെ പെനിട്രേഷൻ പവർ ഭയങ്കരമാണ്. ആ റേഡിയേഷനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണേ? ഗാമ റേ എന്ന് വിളിക്കണത്. ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂക്ലിയർ എക്സൈറ്റേഷൻ. ഓക്കെ, അതിൻ്റെ യൂസ് റേഡിയേഷൻ ടെക്നിക്കുകൾക്ക് യൂസ് ചെയ്യാറുണ്ട്, ക്യാൻസർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാറുണ്ട്, റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ ക്ലിയർ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. എക്സ്റേ. ഓക്കെ, എക്സ്റേന്റെ വേവ് ലെങ്ത് വരുന്നത് 10⁻³ നാനോമീറ്റർ മുതൽക്ക് 1 നാനോമീറ്റർ വരെയാണ്. ഈ ലാംഡ ഇവിടെ വേണ്ട, കാരണം ലാംഡ ഞാൻ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലാംഡ എന്നുള്ള മുകളിൽ എഴുതിയോണ്ട് പിന്നെ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. 10⁻³ നാനോമീറ്റർ വരെ ഗാമ റേ ആണ്. 10⁻³ നാനോമീറ്റർ മുതൽക്ക് 1 നാനോമീറ്റർ വരെ, അങ്ങനെ ഒരു വ്യക്തമായ കണക്കൊന്നുമില്ല കേട്ടോ, റേഞ്ചാണ് അവിടെ പറയണത്. ഓക്കെ, എക്സ്റേ ആണ്. അപ്പൊ എക്സ്റേന്റെ വേവ് ലെങ്ത് നമുക്ക് കിട്ടി 10⁻³ നാനോമീറ്റർ ടു 1 നാനോമീറ്റർ. 10⁻³ നാനോമീറ്റർ, 10⁻³ ടു 1 നാനോമീറ്റർ. എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക എക്സ്റേ ട്യൂബാണ്, റോൺജൻ ട്യൂബാണ്. ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോൺസ് കൊളൈഡ് ഓൺ ഹെവി മെറ്റൽസ്. കൊളൈഡ് ഓൺ ഹെവി മെറ്റൽസ്. അങ്ങനെയാണ് നമുക്ക് എക്സ്റേ കിട്ടുക. ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോൺസ് കൊളൈഡ് ഓൺ ഹെവി മെറ്റൽ പ്രൊഡ്യൂസ് എക്സ്റേ. ഓക്കെ, സോ പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോൺസ് കൊളൈഡ് ഓൺ ഹെവി മെറ്റൽസ്, വി വിൽ ഗെറ്റ് എക്സ്റേ. എക്സ്റേന്റെ യൂസ് എന്താന്ന് ചോദിച്ചാൽ ബ്രേക്കിംഗ് ഓഫ് ബോൺ അനലൈസ് ചെയ്യാൻ. എല്ല് പൊട്ടിയോ നോക്കാൻ എക്സ്റേ എടുക്കണു. നമുക്ക് എല്ലാവർക്കും അറിയണ സംഭവം അല്ലേ അത്?
ഓക്കെ, അതേപോലെ ബ്രാഗിന്റെ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ തിയറിയിൽ എക്സ്റേസ് ആണ് യൂസ് ചെയ്യണത്. ഓക്കെ, സോ ഡിഫ്രാക്ഷൻ പാറ്റേണുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗാമ റേ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബ്രേക്കിംഗ് ഓഫ് ബോൺ, അതേമാതിരി തന്നെ എന്താണ് ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ഒരു മെറ്റലിന്റെ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിട്ട് വരുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണുകൾ മനസ്സിലാക്കാൻ, ബ്രാഗിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യണത് എക്സ്റേസ് ആണ്. ഓക്കെ, ഇനി അൾട്രാ വയലറ്റ് ആണ്. അൾട്രാ വയലറ്റിന്റെ റേഞ്ച് വരിക 1 നാനോമീറ്റർ മുതൽക്ക് 400 നാനോമീറ്റർ വരെയാണ്. ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഇതിൽ ലൈമാൻ സീരീസ് എന്താണ്? അൾട്രാ വയലറ്റ് റീജിയനിലല്ലേ. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇന്നർ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ. ഇന്നർ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ എന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? യു വി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇന്നർ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ എന്നാണ് യു വി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ബീസ് പോലുള്ള ചെറിയ ഇൻസെക്റ്റുകൾക്കൊക്കെ യു വി റേഡിയേഷൻ കാണാം എന്നാണ് പറയാം. ഓക്കെ, യു വി റേഡിയേഷൻ ചെറിയ ചെറിയ ഓബ്ജക്ട്സുകൾക്ക് കാണാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഇനി ഈ യു വി ലൈറ്റ്, ഓക്കെ, അതെന്തിനാ യൂസ് ചെയ്യണേ? യു വി ട്രീറ്റഡ് എവിടെയോ കണ്ടിട്ടുണ്ടാവും. യു വി ട്രീറ്റഡ് വാട്ടർ പ്യൂരിഫയറിന്റെ മുകളിൽ കാണുന്ന ഒരു സംഭവമാണത്. ഓക്കെ, സോ അതിന്റെ കാരണം സിമ്പിൾ ആണ്. ഇറ്റ് ക്യാൻ കിൽ ജേംസ്. ഓക്കെ, ജേംസിനെ കൊല്ലാൻ, അണുക്കളെ കൊല്ലാനുള്ള ഒരു മെത്തേഡാണ് അൾട്രാ വയലറ്റ് റേസ്. നമുക്കറിയണ വാട്ടർ പ്യൂരിഫയറിന്റെ ഒക്കെ മുകളിൽ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും യു വി ട്രീറ്റഡ്. സോ ഇറ്റ് ക്യാൻ കിൽ ജേംസ്, അണുക്കളെ കൊല്ലാൻ പറ്റും. ഓക്കെ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ സംഭവം കൂടെ, അതന്നെയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എന്നാലും അതുപോലെ തന്നെയുള്ള ഫേക്ക് കറൻസി ഡിറ്റക്ഷൻ. ഫേക്ക് കറൻസി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യു വി ലൈറ്റ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ ബാങ്കിലൊക്കെ ചെന്നാൽ കാണാം ഫേക്ക് കറൻസി ഡിറ്റക്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് അൾട്രാ വയലറ്റ് ആണ്. ഫേക്ക് കറൻസി ഡിറ്റക്ഷന് ഏത് യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാ വയലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വിസിബിൾ ലൈറ്റ് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ വരെയാണ് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്. 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ. അതിന് വേറെ യൂസുകൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വിഷൻ, അതിനേക്കാളും നല്ല വേറൊരു യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒന്ന് തന്നെ ധാരാളം, ഇനഫ് ആൻഡ് മോർ. ഇനി അടുത്തത് ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, ഇൻഫ്രാറെഡിന്റെ വേവ് ലെങ്ത് വരുന്നത് 700 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ടു 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, 700 നാനോമീറ്റർ ടു 1 മില്ലിമീറ്റർ ആണ് ഇൻഫ്രാറെഡിന്റെ വേവ് ലെങ്ത്. ഓക്കെ, then it is produced by atomic excitation. അറ്റോമിക് ഓർ മോളിക്കുലർ എക്സൈറ്റേഷനിലാണ് ഇൻഫ്രാറെഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അൾട്രാ വയലറ്റ് വെരി ഹോട്ട് ഓബ്ജക്ട്സിൽ ഉണ്ടാവുന്നതാണ് അൾട്രാ വയലറ്റ്. സണ്ണിൽ അൾട്രാ വയലറ്റ് ഉണ്ടാവും. ആ അൾട്രാ വയലറ്റ് ഭൂമിയിലേക്ക് എത്തിയാൽ ഇറ്റ് കോസ് സ്കിൻ ക്യാൻസർ അല്ലെ, സൺ ബേൺ പോലുള്ളതൊക്കെ വളരെ പെട്ടെന്നാക്കാൻ അൾട്രാ വയലറ്റ് സഹായിക്കും. അതേമാതിരി ഗ്ലോബൽ വാർമിംഗ് ഒരുപാട് പവർ കൂട്ടും. ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഓസോണുമ്പിൽ കുറെ ഹോളുകൾ വീണത് കാരണം യു വി ലൈറ്റ് താഴേക്ക് എത്തുന്നു. അതുകൊണ്ട് ഏതൊരു ഗ്യാസ് ബ്ലോക്ക് ചെയ്തു അല്ലെ ബാൻ ചെയ്തു എന്നൊക്കെ പറയാം. CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ നമുക്കറിയാം. സോ യു വി ലൈറ്റ് ഭൂമിയിൽ വന്ന് ഇടിക്കുമ്പോൾ അതിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് വല്ലാണ്ട് കൂടും. ഓക്കെ, വെരി ഹോട്ട് ഓബ്ജക്ട്സ് യു വി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സൺ, സ്റ്റാർസ് ഇതൊക്കെ യു വി ലൈറ്റിൻ്റെ സോഴ്സുകളാണ്. ഓക്കെ, അത് ബ്ലോക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. ഒരു ഗ്ലാസ് വെച്ച് കൊടുത്താൽ പോലും യു വി ലൈറ്റ് ബ്ലോക്ക് ആവും. ഏതോ സൺ ഗ്ലാസിൻ്റെ മുകളിൽ എഴുതി വെച്ച പരസ്യമാണ് യു വി കട്ട്, നോ ഡൗട്ട്
അത് UV ലൈറ്റിനെ കട്ട് ചെയ്യും. കാരണം ഒരു ഗ്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? UV ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും സൺഗ്ലാസ് UV കട്ടൻ അല്ലേ? ഒരു ഭംഗിയായിട്ട് എഴുതി കൊടുത്തു. എന്താണ്? ഇറ്റ് കട്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻ. വാങ്ങുന്ന ആൾക്കൊരു സംതൃപ്തി ഒക്കെ ഉണ്ടാവും. അത് സംഭവമാണ്. കാരണം UV ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. വെറുതെ ഒരു കുപ്പി ഗ്ലാസ് വെച്ച് കൊടുത്താലും അതെന്താണ്? UV ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ ഗ്ലാസും ബ്ലോക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. പക്ഷേ പരസ്യം കൊടുക്കുമ്പോൾ നമുക്ക് എന്തും പറയാമെന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ്? ആ ഒരു കണ്ടീഷനാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഇനി നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പം നിങ്ങളും ഞാനും ഒരുമിച്ചുള്ള ക്ലാസ് റൂം ഒരു സ്ഥലത്തുണ്ട് വിചാരിക്കാം. അവിടെ ഇലക്ട്രിക് ബൾബ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. വിസിബിൾ ലൈറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ മെമ്പേഴ്സ് പ്രസന്റ് ആണോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുക ഇൻഫ്രാറെഡ് വിൽ ബി ദർ. ഇൻഫ്രാറെഡ് ഉണ്ടാവും, ഉറപ്പാ. കാരണം എനി ഹോട്ട് ഓബ്ജക്റ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്നാണ്. നമ്മളെ വീട്ടിലെ ചട്ടി ചൂടാക്കാൻ വെച്ചാൽ, അല്ലെങ്കിൽ ദോശച്ചട്ടി ചൂടാക്കാൻ വെച്ചാൽ, പ്രഷർ കുക്കർ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്നൊക്കെ ഇൻഫ്രാറെഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ശരീരം ഹോട്ട് ഓബ്ജക്റ്റ് ആണ്, ഇതിൽ നിന്ന് ഇൻഫ്രാറെഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കാറിൽ യാത്ര ചെയ്യുമ്പോൾ AC ഇടാണ്ടാണ് നമ്മൾ യാത്ര ചെയ്യണതെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോഗ് അടിക്കും. എൻ്റെ റീസൺ സിമ്പിൾ, ഡ്രൈവർ മാത്രമേ ഉള്ളെങ്കിൽ അത്ര പെട്ടെന്ന് ഫോഗ് അടിക്കില്ല. 4 യാത്രക്കാരും കൂടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഫോഗ് അടിക്കും. കാരണം ഓരോരുത്തരുടെയും ശരീരത്തിന് എന്തുണ്ട്? ഇൻഫ്രാറെഡ് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഇൻഫ്രാറെഡ് ആണ് എന്ത് ചെയ്യണത്? ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. ഓക്കെ, സോ ഇൻഫ്രാറെഡിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ലോങ് റേഞ്ച് ഫോട്ടോഗ്രാഫിക്ക് ഇൻഫ്രാറെഡ് യൂസ് ചെയ്യും. ലോങ് റേഞ്ച് ഫോട്ടോഗ്രാഫി. അതേപോലെ തന്നെ റിമോട്ട് കൺട്രോളില് ഇൻഫ്രാറെഡ് യൂസ് ചെയ്യും. നമുക്കറിയാം നമ്മളെ വീട്ടിലെ റിമോട്ട് കൺട്രോളുകളിൽ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യും. ഓക്കെ, സോ ലോങ് റേഞ്ച് ഫോട്ടോഗ്രാഫിക്ക് ഇൻഫ്രാറെഡ് യൂസ് ചെയ്യും. റിമോട്ട് കൺട്രോളിൽ ഇൻഫ്രാറെഡ് യൂസ് ചെയ്യും. ഓക്കെ, മൈക്രോവേവ് 1 മില്ലിമീറ്റർ മുതൽക്ക് 0.1 മീറ്റർ വരെയാണ് മൈക്രോവേവിന്റെ വേവ് ലെങ്ത് വരുന്നത്. 1 മില്ലിമീറ്റർ മുതൽ 0.1 മീറ്റർ വരെ മൈക്രോവേവിന്റെ റേഞ്ച് വരും. മാഗ്നട്രോൺ വാൾവ് അല്ലെങ്കിൽ ക്ലിസ്ട്രോൺ വാൾവ്, ക്ലിസ്റ്ററോൺ, ഓക്കെ, അല്ലെങ്കിൽ ഗൺ ഡയോഡ്, ഇവരൊക്കെയാണ് മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്യുക. മാഗ്നട്രോൺ വാൾവ്, ക്ലിസ്ട്രോൺ വാൾവ്, ഗൺ ഡയോഡ് ഒക്കെയാണ് മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. മൈക്രോവേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ബ്രെയിനിൽ വരുന്ന ടൈം ഓവനാണ്. മൈക്രോവേവ്, ഓവനിൽ മൈക്രോവേവ് യൂസ് ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ഇത് കുറച്ച് മുകളിലേക്ക് കയറിപ്പോയി. ഓക്കെ, സോ മാഗ്നട്രോൺ വാൾവും അതേപോലെ തന്നെ ക്ലിസ്ട്രോൺ, മാഗ്നട്രോൺ അതേപോലെ ക്ലിസ്റ്ററോൺ വാൾവ്, ഇതൊക്കെ മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്യും. റഡാർ കമ്മ്യൂണിക്കേഷനിൽ മൈക്രോവേവ് ആണ് യൂസ് ചെയ്യണത്. റഡാർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവനിലും ഏത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ വേവ് ഗ്രേറ്റർ ദാൻ 0.1 മീറ്റർ, അതാണ് വേവ് ലെങ്ത്. ഓക്കെ, ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പറഞ്ഞു, LC ഓസിലേറ്റേഴ്സ്. റേഡിയോ വേവ്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയും. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നോക്കുക. ഇതിന്റെ വേവ് ലെങ്ത് പറയാൻ എളുപ്പമാണ്. 10⁻³ നാനോമീറ്റർ to 1 nanometer, 1 to 400, 400 to 700, 700 to 1 millimeter, 1 millimeter to 0.1, greater than 0.1. പിന്നെ അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, അതേപോലെ തന്നെ യൂസസ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അൾട്രാവയലറ്റ് സ്മോൾ ഇൻസെക്ട്സിന് കാണാമെങ്കിൽ ഇൻഫ്രാറെഡ് സ്നേക്കുകൾക്ക് കാണാം. വെറുതെ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള ചാപ്റ്റർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണു. ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.